നിങ്ങൾ ആരാണ്? നിങ്ങൾ ഏലിയൻ ഒന്നും അല്ലല്ലോ. നീ എന്നെ സ്വയം മനസ്സിലാക്കൂ വേർ. അതാണ് നല്ലത്. എത്ര നാളായി ഞാൻ നിന്നെ അന്വേഷിക്കുന്നതെന്ന് അറിയാമോ? ഒടുവിൽ നിന്നെ എന്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. Boss, you're genius. Super duper genius. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. ഓ, അപ്പൊ നിങ്ങളായിരുന്നോ മാഡ് മാക്സ്? യെസ്, നീ പറഞ്ഞത് ശരിയാണടാ. വീറിനെ ഞാൻ ഒരുപാട് കാലമായി കാത്തിരിക്കുകയാണ്. ഇനി ഞാൻ നിന്റെ എല്ലാ സിസ്റ്റവും സ്റ്റഡി ചെയ്ത് ഇതുപോലെ ഒരുപാട് റോബോട്ടുകളെ ഉണ്ടാക്കും. പിന്നെ ഡോക്ടർ പ്രേം സഹായിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായോടാ വീർ? ഡോക്ടർ പ്രേം സഹായ്, ഞാൻ ഒടുവിൽ ജയിച്ചിരിക്കുകയാണ് പ്രേം സഹായ്. അപ്പൊ എന്നെ തന്റെ വലയിൽ കൊടുക്കാൻ വേണ്ടിയാണോ ഈ ഏലിയൻസിന്റെ നാടകം നടത്തിയത്? ഞാൻ പറയാതെ തന്നെ നീ മനസ്സിലാക്കി കളഞ്ഞല്ലോ. വളരെ ശരിയാണ്. നിന്റെ ഉള്ളിൽ വലിയൊരു ബലഹീനതയുണ്ട്. നീ എപ്പോഴും നല്ലതു മാത്രമാണ് ചിന്തിക്കാറ്. മറ്റുള്ളവരെ ഒരുപാട് സഹായിക്കും. നിന്റെ ഈ ബലഹീനത മുതലെടുത്താണ് നിന്നെ കുടുക്കി ഞാൻ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. മറ്റുള്ളവരെ സഹായിക്കുന്നത് ഒരിക്കലും ഒരു ബലഹീനത അല്ല, അതൊരു ശക്തിയാണ്. ഇവനെ രാവിലെ വരെ ഇവിടെ തന്നെ നിർത്തിയേക്കാം. ഇവന്റെ ബാറ്ററി ഡൗൺ ആയതിനു ശേഷം ഇവനെ പുറത്തേക്ക് എടുത്താൽ മതി. എനിക്ക് സന്തോഷമായി, വളരെ വളരെയധികം സന്തോഷമായി. അപ്പൂപ്പ വീരെവിടെ പോയി? അവൻ ആ ഏലിയൻസിന്റെ പിന്നാലെ പോയതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു വിവരവും ഇല്ല. അവന്റെ സ്പേസ് ഷിപ്പിനെ ട്രാക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിക്കണം. വീറിന്റെ സ്പേസ് ഷിപ്പ് ആ ഡയറക്ഷനിലാണുള്ളത്. ഉടനെ കണ്ടുപിടിക്കാം. എന്നാ പിടിച്ചോ നിങ്ങൾക്കുള്ള ചായയും കടിയും. ബോസേ, ഇയാളൊരു ചെറിയ സ്പേസ് ഷിപ്പിൽ കയറി നമ്മുടെ താവളത്തിനകത്ത് വന്ന് എല്ലാം ഒളിഞ്ഞു നോക്കുമായിരുന്നു. ഡോക്ടർ പ്രേം സഹായ്, വെൽക്കം വെൽക്കം. അങ്ങനെ ഒടുവിൽ നിങ്ങൾക്ക് എന്റെ കാൽച്ചുവട്ടിലേക്ക് വരേണ്ടതായി വന്നുവല്ലേ? വീർ എവിടെയാണുള്ളത്? അവൻ എവിടെയാണെങ്കിലും സ്വസ്ഥമായിട്ടാണ് ഇരിക്കുന്നത്. അവൻ ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ഞാൻ ഇനി വീറിനെ പോലെ ഒരുപാട് റോബോട്ടുകളെ ഉണ്ടാക്കി ഈ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായി മാറും. എനിക്കിപ്പൊ തന്നെ വീറിനെ കണ്ടേ പറ്റൂ. അതിനെന്താ, കാണിക്കാമല്ലോ. എന്താണ് ഇത്ര ധൃതി? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമില്ല. വീർ, അപ്പൂപ്പനിപ്പോ മാഡ് മാക്സിന്റെ കയ്യിലാണുള്ളത്. വേഗം വരൂ, എല്ലാരെയും രക്ഷിക്കണം. ഒരു മിനിറ്റ് ഇംലി, അവരെന്നെ ഈ ടേബിളിലേക്ക് എടുത്തിയ സമയത്ത് എന്റെ ഉള്ളിൽ കുറച്ച് പവേഴ്സ് ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കേട്ടത് എന്താണെന്നോ? ബോസ് ബോസ്, ഈ ചങ്ങല വെച്ച് ഇവനെ കെട്ടിയിടാം, അല്ലെങ്കിൽ ഇവൻ ഇവിടെ നിന്ന് ഓടിക്കളയും. എടാ, ഇവൻ ഈ ടേബിളിൽ നിന്നും ഇറങ്ങിയാൽ ഇവിടെ പൊട്ടിത്തെറിക്കും. അങ്ങനെ അവൻ സ്വയം ഇല്ലാതെയാകും. നീ കേൾക്കുന്നുണ്ടോടാ വേർ? നിന്റെ ഉള്ളിൽ കുറച്ച് എനർജി ബാക്കിയുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ കേട്ടുകൊള്ളൂ. ഈ ടേബിളിൽ നിന്ന് നീ ഇറങ്ങരുത്. ഇറങ്ങിയാൽ ഇവിടെ എല്ലാം പൊട്ടി തകരും. ഇംലി, എനിക്ക് ടേബിളിൽ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയ ഇതെല്ലാം പൊട്ടിത്തെറിക്കും.
വീർ, എന്റെ നിന്റെ വെയിറ്റ് ഏകദേശം ഒരുപോലെയാ. നീ ഇവിടുന്ന് ഇറങ്ങിയേ പറ്റൂ. നിനക്ക് പകരം ഞാനിവിടെ ഇരുന്നോളാം. നീ എല്ലാരെയും രക്ഷിച്ചിട്ട് പിന്നെ വന്ന് എന്നെ രക്ഷിച്ചാ മതി. ഓക്കെ? താങ്ക്സ് ഇംലി. നിന്നെ പോലെ ഒരു കൂട്ടുകാരെ കിട്ടാൻ വളരെ പ്രയാസമാ. ഇംലി, ഞാൻ പോയിട്ട് വേഗം വരാം. നീ ഈ ടേബിളിൽ നിന്ന് ഇറങ്ങാനൊന്നും ശ്രമിക്കരുത്. ഓക്കെ വീർ. ഡോക്ടർ പ്രേം സായ്, നിങ്ങളിതാ വീറിനെ കണ്ടുകൊള്ളൂ. അവൻ എന്തുമാത്രം നിസ്സഹായനാണെന്ന് അറിയാമോ? മാത്രമല്ല തനിക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളെല്ലാവരും എവിടെ പോയി കിടക്കുകയാണ്? നിങ്ങളുടെ കളി തീരാറായിരിക്കുന്നു. മര്യാദയ്ക്ക് നിങ്ങളുടെ കൈ ഉയർത്തി ഞങ്ങളുടെ കൂടെ വരാൻ നോക്ക്. ഞാൻ മാഡ് മാക്സ് ആണ്, അല്ലാതെ മരമണ്ടൻ മാക്സ് അല്ല. നീ പറഞ്ഞത് അനുസരിക്കാൻ. നമ്പർ 1, വീറിനെ ഡിസ്ട്രോയ് ചെയ്തേക്കാം. കൊള്ളാൻ നമ്പർ 2. നമ്പർ 3, 4, 5, 6, 7 അറ്റാക്ക്. ഈ വീറിനെ ഡിസ്ട്രോയ് ചെയ്തേക്ക. ഇനി ഒരിക്കലും ഇവന്റെ ആവശ്യം എനിക്കില്ല. മാഡ് മാക്സ്, ഇനിയെങ്കിലും നിങ്ങൾ തോൽവി സമ്മതിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. മാഡ് മാക്സ് ഈസ് മാഡ്, വെരി വെരി മാഡ്. ഇന്ന് നിന്നെ ആർക്കും രക്ഷിക്കാനാവില്ല വീർ. ഇതെന്താ? ഇനി നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല വീർ. വീർ, നീ നിന്റെ അപ്പൂപ്പനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞേക്ക. അതിന് സമയമായിട്ടില്ല. Jet shoes on. Jet shoes on. Jet shoes off. വേണ്ട വേണ്ട, ഓഫാക്കരുത്. ഞാൻ പറയുന്നത് കേൾക്കൂ. ഓഫാക്കരുത്, ഓഫാക്കരുത്. Wingsuit on. Wingsuit on.
പ്രേം സഹായ്, വീറിനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഈ ലാബ് മുഴുവൻ അല്പസമയത്തിനകം പൊട്ടിത്തെറിക്കും. ആ, മനസ്സിലായോ? ബൈ ബൈ ഡോക്ടർ പ്രേം സഹായ്. ബോസ് ബോസ്, എന്നെ കൂടി കൊണ്ടുപോ ബോസ്. വീർ, എത്രയും വേഗം ഇവിടുന്ന് പുറത്തു കിടന്നേ പറ്റൂ. ഇവിടെ മുഴുവനും പൊട്ടിത്തെറിക്കാൻ പോവുകയാണ്. ദേ നോക്ക്, അപ്പൂപ്പൻ റോബോബോയെയും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഒട്ടും സമയമില്ല. നിങ്ങളെല്ലാവരും വേഗം എന്റെ സ്പേസ്ഷിപ്പിൽ കയറി ഇവിടുന്ന് പൊയ്ക്കോളൂ. അപ്പൂപ്പ, എന്റെ സ്പേസ് ഷിപ്പ് ഓട്ടോമാറ്റിക്കാ. അപ്പൂപ്പൻ വെറും സ്വിച്ച് ഓൺ ആക്കാനുള്ള ബട്ടൺ അമർത്തിയാ മതി. അത് തന്നെ നിങ്ങളെ ഫുർസത്ഗഞ്ചിലേക്ക് എത്തിച്ചോളും. ഓക്കെ റോബോ ബോയ്. ഇംലി ഇംലി എവിടെയാണ്? ഞാൻ ഇംലിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. നിങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളൂ. താങ്ക്സ് വീർ. You are welcome, Emily.